അവർക്ക് ഇമാതിരിയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നായിരുന്നു പലരും ധരിച്ചിരുന്നത്. അങ്ങനെ അതല്ല, കൃത്യമായ രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് ഈ പുതിയ തലമുറ ഏത് പ്രതികൂല സാഹചര്യത്തെയും മർദ്ദനത്തെയും അതുപോലെ തന്നെ അവരുടെ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള പുതിയ തരം മർദ്ദന ഉപകരണങ്ങൾ ഉൾപ്പെടെയല്ല എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ അടിത്തറ ഒരുക്കുകയാണ്. ബി ജെ പി ഗവൺമെൻറ്റിന്, ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് അതിൻ്റെ തകർച്ചയുടെ അതിശക്തിയായ രീതിയിലുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതവരുടെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കുമെന്ന് സഖാവ് ബേബി പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസിനെ ആണെങ്കിലും CPM ആണെങ്കിലും കൊണ്ടൊന്നും കഴിയാത്തൊരു കാര്യം വളരെ പെട്ടെന്നുണ്ടായ ഒരു പാർട്ടിയിലൂടെ വന്നു. അത് മറ്റൊരു തരത്തിൽ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലേ? ഞങ്ങളെ ആശങ്കപ്പെടുന്നൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് CPIM കാണുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓരോ ജനവിഭാഗങ്ങളും അവരവരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളും സമരങ്ങളും ഭരണകൂട ശക്തികൾക്കെതിരായിട്ട് സജീവമായി മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു ഐക്യപ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. അത് തൊഴിലാളികളുടേത്, കൃഷിക്കാരുടേത്, കർഷക തൊഴിലാളികളുമായി ചേർന്ന്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മഹിളകൾ, എല്ലാ വിഭാഗങ്ങളും അവരവരുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശക്തിയായ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോവുക. അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുന്നണിയല്ല, തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടൊരു രാഷ്ട്രീയ മുന്നണിയല്ല, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് പാർട്ടി അതിൻ്റെ 10-ാം പാർട്ടി കോൺഗ്രസ് മുതൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള, ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ തീർച്ചയായിട്ടും ഒരു സംശയവും ഇല്ലാതെ, കലവറ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് മുഴുവൻ പിന്തുണയും ഞങ്ങൾ കൊടുത്തത് ഈ ഒരു ധാരണ, ഈ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഉത്കണ്ഠയില്ല എന്ന് മാത്രമല്ല, ഇമാതിരിയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യവ്യാപകമായി ഇനിയും ഉയർന്നു വരണം. വർഗഭോജന പ്രസ്ഥാനങ്ങളൊക്കെ ഈ രീതിയിലുള്ള ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് CPIM-ന്റെ രാഷ്ട്രീയമായ ധാരണ തന്നെ. ഈ CJP എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇനിയും നിലനിൽക്കും എന്ന് തന്നെയാണോ മാഷ് കരുതുന്നത്? അങ്ങനെ ഇപ്പം നമുക്ക് പ്രവചിക്കാനൊന്നും സാധിക്കില്ലല്ലോ. ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സത്യമാണല്ലോ, അതിനെ കണ്ടാൽ മതി.